ബിന്ദു, ഇപ്പോൾ ഒരു സംശയം പോലെ, അതായത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത കാര്യമാണ്. അഷ്കർ പറഞ്ഞൊരു ഉമ്മ മരിച്ചിട്ടുണ്ട് എന്നതാണ്. നമുക്ക് ആ തരത്തിലേക്ക് എന്തെങ്കിലും വിവരമുണ്ടോ? ഔദ്യോഗികമായി എന്തെങ്കിലും നമുക്ക് പറയാൻ കഴിയുമോ? അവർ കട്ടപ്പഞ്ചായത്ത് സ്വദേശിയാണെന്നാണ് ഇപ്പൊ കിട്ടുന്ന വിവരം. അതായത് ഒരു മരണം ഉണ്ടായിട്ടുണ്ട്. ബസ്സിനുള്ളിൽ നിന്നും എടുത്തുകൊണ്ട് പോയ ഒരാളായിരുന്നു. ഒരു 10 സാരി എടുത്തിട്ട് തടിച്ച സ്ത്രീയാണ്. അതായത് ഒരിക്കൽ കൂടി ശ്രീമതി ബിന്ദു, ഒരു മരണം ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഒരു മരണം ഉണ്ടായിട്ടുണ്ട്, സ്ഥിരീകരിച്ചു. ഓക്കെ, അതായത് അതൊരു സ്ത്രീയാണ്. കൂടുതൽ വിവരങ്ങൾ ഒന്നുകൂടി. കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ലിസ ഹോസ്പിറ്റലാണ് ഇപ്പോൾ ബോഡി ഉള്ളത്. ഇവിടെ തിരുവമ്പാടി ലിസ ഹോസ്പിറ്റലാണ് ബോഡി ഉള്ളത്. അവരുടെ ഡീറ്റെയിൽസ് കിട്ടുന്നതേ ഉള്ളൂ. എവിടെയുള്ള ആളാണ്, എങ്ങനെയാണ് എന്നൊന്നും അറിയത്തില്ല. കണ്ടപ്പച്ചാൽ സ്വദേശിയാണ് എന്ന് മാത്രമേ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആ സ്ഥലത്തിന്റെ പേര് ഒന്നുകൂടി, എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ട്. കണ്ടപ്പഞ്ചാൽ. ഓക്കെ ഓക്കെ. അപ്പോൾ അത് ഇനിയിപ്പോൾ ഈ 4 പേരുടെ നില ഗുരുതരമാണ് എന്ന് താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. 4 പേരുടെ നില ഗുരുതരമായിരുന്നു. അതിലൊരാളാണ് ഇപ്പം മരണപ്പെട്ടത്. ബാക്കി കുറെ ആളുകൾ മെഡിക്കൽ കോളേജിലുണ്ട്. ഇനി ബസ് ഇപ്പൊ പൊക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ക്രെയിൻ വെച്ച് ബസ് പൊക്കുന്നുണ്ട്. ആ പൊക്കുന്ന അവസ്ഥയിൽ അതിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ടോ ആളുകൾ എന്നുള്ളത് അറിയാൻ കഴിയുകയുള്ളൂ. ബസ് പൂർണ്ണമായും പൊക്കിയതിന് ശേഷമേ അറിയത്തുള്ളൂ. അതിന്റെ ഉള്ളിലോട്ട് കാണാൻ കഴിയുന്നില്ല ആർക്കും. അതിന്റെ ഉള്ളിലോട്ട് കയറാനോ അവിടെ കാണാനോ കഴിയുന്നില്ലാത്ത അവസ്ഥയിലാണ് ബസ് കിടക്കുന്നത്. അത് പൊക്കിയതിന് ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ അതിന്റെ ഉള്ളിൽ കുടുങ്ങി കിടപ്പുണ്ടോന്ന്. ശരി, അതായത് ഇപ്പോൾ ഈ ബസ് പുഴയിലേക്ക് മറിഞ്ഞ് ഒരു മരണം എന്നുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുകയാണ്. ഇനി ഗുരുതരാവസ്ഥയിൽ 3 പേർ കൂടി ഉണ്ട് എന്നുള്ളതാണ്. 4 പേരാണ് ഗുരുതരാവസ്ഥയിൽ ഉണ്ടായിരുന്നത്. ബിന്ദു, ഇവർ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണോ ഇവരുടെ മരണം സ്ഥിരീകരിച്ചത്, അതോ കൊണ്ടുപോകുന്ന വഴി അവർ മരിച്ചിരുന്നു എന്നതാണോ? കോഴിക്കോട് പുല്ലൂരാമ്പാറയിൽ KSRTC ബസ് പുഴയിലേക്ക് മറിഞ്ഞ് ഒരു മരണമുണ്ടായിരിക്കുന്നു. കണ്ടപ്പഞ്ചാൽ സ്വദേശിയായ ഒരു സ്ത്രീയാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ സ്ത്രീയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്കറിയില്ല. സ്ത്രീയെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഒരു പട്ടുസാരി ഉടുത്ത ഒരാളാണ് എന്നതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 3 പേരുടെ നില ഗുരുതരമാണ്. ഇവർ മുക്കം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ഒട്ടേറെ പേർക്ക് പരുക്കേറ്റിട്ടുണ്ട്. 50 പേർ ബസ്സിലുണ്ടായിരുന്നു എന്നതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ ഭൂരിഭാഗം പേരെയും രക്ഷപ്പെടുത്തി. ഇപ്പോൾ ഒരു സ്ത്രീ മരണമടഞ്ഞിട്ടുണ്ട്. കണ്ടപ്പഞ്ചാൽ സ്വദേശിയാണ് എന്ന വിവരം മാത്രമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നിയന്ത്രണം വിട്ട് കലുങ്കിലിടിച്ച് ബസ് പുഴയിലേക്ക് മറിയുകയായിരുന്നു. മറ്റുള്ള യാത്രക്കാരുടെ നില എങ്ങനെയാണ്? അതിൽ 3 പേരുടേത് മാത്രം ഗുരുതരം എന്ന തരത്തിലേക്കാണ്. 2 പേർ കൂടി ഇനി ആ ബസ്സിനുള്ളിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന സംശയമുണ്ട്. അവരെ കൂടി രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ആ ബസ്സിന്റെ ഒരു ഭാഗം അത് പുഴയിലേക്കാണ് കിടക്കുന്നത്. അതുകൊണ്ട് വെള്ളത്തിൽ മുങ്ങിയാണ് ബസ്സിനുള്ളിൽ ഉള്ളത് എന്നതാണ്. എന്നാൽ കൂടുതൽ പേരില്ല, 2 പേർ എന്ന വിവരമാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ ഭാഗം ഉയർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ക്രെയിൻ ഉപയോഗിച്ച് ബസ്സിന്റെ ആ ഭാഗം ഉയർത്താനുള്ള നീക്കങ്ങൾ അത് ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെയും മറ്റ് വോളണ്ടിയർമാർ, സന്നദ്ധ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതിനിടെയാണ് ഈ പുഴയിലേക്ക് ആളുകൾ ഒഴുകിപ്പോകാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞിട്ടുണ്ട് പ്രദേശവാസികൾ. എങ്കിൽ പോലും പുഴയിലുള്ള തെരച്ചിൽ അത് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. സമീർ സി മുഹമ്മദ് തുടരുന്നുണ്ട്. സമീർ, ഇപ്പോൾ ഒരു മരണമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത. അവരുടെ കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് പറയാറായിട്ടില്ല. കണ്ടപ്പഞ്ചാൽ സ്വദേശിയാണ് എന്നതാണ്. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളായി കൂടുതൽ ഇപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അനുജ, 50ഓളം പേർ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയവരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. 3 പേരുടെ നില ഗുരുതരമാണ് എന്നും നമുക്ക് അറിയാനാവുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ ഒരു മരണം സംഭവിച്ചതായി അവിടെ നിന്ന് നമുക്ക് തദ്ദേശ സ്ഥാപനങ്ങളിലുള്ള അവിടെ നിന്നുള്ള ജനപ്രതിനിധികൾ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. കണ്ടപ്പച്ചാൽ സ്വദേശിനിയായിട്ടുള്ള ഒരു സ്ത്രീ മരിച്ചു എന്നത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആരാണ് എന്നതും അതുപോലെ അവരുടെ പശ്ചാത്തലമൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ അപകടത്തിൽപ്പെട്ടവരുടെ ആരോഗ്യനിലയും വളരെ ഗുരുതരമായിട്ട് തന്നെ തുടരുകയാണ്. 2 ഇടങ്ങളിലേക്കായാണ് പ്രധാനമായും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിയവരെ കൊണ്ടുപോകുന്നത്. ഒന്ന് KMCT മെഡിക്കൽ കോളേജാണ്, മറ്റൊന്നുള്ളത് ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയുമാണ്. ഈ 2 ഇടങ്ങളിലേക്കായിക്കൊണ്ട് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ തിരുവമ്പാടിയിലെ ആശുപത്രിയിലേക്കും ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ 3 പേരുടെ ആരോഗ്യനിലയാണ് ഗുരുതരമായി തുടരുന്നത്. ഒരാളുടെ മരണം സംഭവിച്ചതായി നമുക്ക് അറിയാനാവുന്നുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതായത് ബസ്സിന് അടിയിൽ ഇനി ഏതെങ്കിലും വിധത്തിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടോ എങ്കിൽ അവരെ കൂടെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. ഒപ്പം 2
ക്രെയിൻ അവിടെ എത്തിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു JCBയും എത്തിച്ചിട്ടുണ്ട്. ഇനി ക്രെയിൻ ഉപയോഗിച്ച് ബസ് മുകളിലേക്ക് ഉയർത്താനുള്ള ശ്രമങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ കലുങ്കിൽ ഇടിച്ചുകൊണ്ട് ബസ് പുഴയിലേക്ക് മറിഞ്ഞു എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അത് ബസ് കുത്തനെയാണ്, തലകീഴായാണ് മറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അതിന്റെ രണ്ട് ഭാഗങ്ങളിലും കേബിൾ ഘടിപ്പിച്ച് വളരെ വേഗത്തിൽ തന്നെ പൊക്കിയെടുക്കാൻ കഴിയും എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അങ്ങനെ ഉയർത്തിയ ശേഷം അതിന്റെ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടി രക്ഷപ്പെടുത്താൻ കഴിയും. അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 2 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അവിടെയുള്ള ഈ അപകടം ഉണ്ടായത് പുറത്തറിയാൻ അല്പം വൈകി എന്നുള്ളതാണ് രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചിരിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ വളരെ വേഗത്തിൽ കൂടുതൽ പേരെ രക്ഷപ്പെടുത്താൻ കഴിയും എന്ന കാര്യം കൂടി നമുക്ക് ലഭ്യമാവുന്നു. എന്തായാലും 2 മണിയോട് കൂടെ ഈ അപകടം ഉണ്ടാവുകയും പിന്നീട് 2:15 കൂടെയാണ് ഇങ്ങനെ ബസ് താഴേക്ക് പോയിട്ടുണ്ട്, ഈ പുഴയിലേക്ക് മറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പുറത്തു വരുന്നത്. പിന്നീട് അത് വളരെ വേഗത്തിൽ തന്നെ പോലീസിന്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും സന്നദ്ധ സംഘങ്ങളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആംബുലൻസുകളും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളും ഒക്കെ എത്തിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തിയവരൊക്കെ തന്നെ വളരെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനും വൈദ്യ സഹായം നൽകുന്നതിനും കഴിഞ്ഞിട്ടുണ്ട്. ആനക്കാമ്പൊയിൽ നിന്ന് തിരുവമ്പാടിലേക്ക് പോവുകയെന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. KSRTC ഓർഡിനറി ബസ്സാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ബസ് ഇപ്പോൾ ഉയർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ വേറെ വേദനിപ്പിക്കുന്ന ഈ ഒരു കാര്യം, കണ്ടപ്പഞ്ചാൽ സ്വദേശിയായിട്ടുള്ള ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.